സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. അതിൽ എഴുതിയിരിക്കുന്നത്, ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു, മോശയെ കല്ലെടുത്തെറിയാൻ ശ്രമിച്ചു. പലവരും നമ്മുടെ ദൈവവേലയ്ക്ക് എതിരായിട്ട് സംസാരിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് കേട്ടാൽ സപ്പോർട്ട് ചെയ്യൂല. കാരണം ഇവിടെ തിരുവചനം പറയുന്നു, മോശയ്ക്ക് നേരെ അവർ പിറുപിറുത്തു. എന്തിനു നേട്ടാ? വെള്ളമില്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് നീ ഇസ്രായേലിൽ നിന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് മരിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് അവരെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോശ എന്ത് ചെയ്തെന്ന് ആദ്യം പഠിക്കുക. നമ്മളുടെ നേരെ പലവരും പല കുറ്റങ്ങളും പല അഭിപ്രായങ്ങളും പറയുമ്പോൾ നമ്മളെല്ലാം അഭിപ്രായങ്ങളുടെ മുമ്പിൽ കാതു കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ ഞാനിതെന്ത് ചെയ്യണം, ഞാൻ എന്ത് മറുപടി കൊടുക്കണം, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. നമ്മളെ സഭയെക്കുറിച്ച് ഒരാളൊരു കുറ്റം പറഞ്ഞാൽ, നമ്മളെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് സംസാരിച്ചിരിക്കും, ഇല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്ക്, മോശത്തെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നത്, നീ നദിയിലടിച്ച വടിയില്ലേ അതും എടുത്തോണ്ട് വാ, ജനം കാണാതെ അവരുടെ മുമ്പിൽ കൂടി നടന്നു വാ. മോശെ, നീ എന്തിനാണ് കരയുന്നത്? നിൻ്റെ കുഴപ്പമെന്തോ? നീ ഇങ്ങോട്ട് മാറി നില്ല്, ഈ ജനത്തെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ വിളിച്ചിട്ടല്ലേ നീ വന്നേ, ഞാൻ നോക്കിക്കോളാം. ഇതൊന്നും പറയില്ല. ഒരു പുതിയ അഭിഷേകത്തിൽ മോശയെ ആക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നീ ആ നദിയിലടിച്ച വടി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ തന്നെ മോശയുടെ ചിന്തയ്ക്ക് ഒരു പുതിയ മാറ്റം വന്നു. കാരണം മോശ, നീ എവിടെ പോയാലും ഈ വടി നീ കയ്യിലെടുത്തോണം. കാരണം ഇത് അഭിഷേകത്തിൻ്റെ വടിയാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത് എന്താ? നീ ഭൂമിയിൽ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിൻ്റെ മേൽ വരും, ആ ശക്തി ലഭിക്കുമ്പോൾ. കണ്ട, അപ്പോൾ പഴയ നിയമത്തിൽ മോശയുടെ കയ്യിലിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വടി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, യേശു കർത്താവ് പറയുന്ന പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ആ ശക്തിയിൽ നീ പുതിയ ബലം പ്രാപിക്കും. നിന്നെ ആരെന്ത് കുറ്റം പറഞ്ഞാലും, നിന്നെ ആരെന്ത് പഴി പറഞ്ഞാലും, നിന്നെ ആരെന്ത് വിഷയത്തിൽ നിന്നെ കുരുക്കാൻ നോക്കിയാലും നീ മറുത്തൊന്നും പറയാതെ, ഉള്ളിനകത്ത് പിറുപിറുക്കാതെ, നീ പരിശുദ്ധാത്മാവേ നിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് നീ പ്രാർത്ഥിച്ചു നോക്ക്. നിനക്കൊരു പുതിയ വാതിൽ സ്വർഗം തുറന്നു തരും. നിനക്കൊരു പുതിയ മിനിസ്ട്രി ദൈവം തുറന്നു തരും. സ്തോത്രം. നിന്നെ തലകുനിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക്, നീ നദിയിലടിച്ച വടിയെടുത്ത് ജനം കാണുകയെ ആ ജനത്തിന് മുമ്പിൽ കൂടി നടന്നു വാ. സ്തോത്രം. എന്തുകൊണ്ട് മോശെ ദൈവം നിന്നെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നേ? നീ ഒരു അഭിഷിക്തനാണ്. ആരുടെ വാക്ക് കേട്ട് കണ്ണീര് പൊഴിഞ്ഞ്, അയ്യോ എൻ്റെ സ്തോത്രം മിനിസ്ട്രി പോയി, എന്നെ അങ്ങനെ പറഞ്ഞു, ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട്, അവരുടെ വാക്ക് കേട്ട് എന്നെ ചേർത്ത് പറഞ്ഞു ഞാനൊരു ഒരു മോശപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് ദൈവം നിന്നോട് പറഞ്ഞ നീ അത് ചെയ്ത, നിൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസ് വന്ന്, അല്ലെങ്കിൽ നിൻ്റെ പേരിൽ വേറൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് സ്തോത്രം, ആ വിഷയത്തിനകത്ത് നീ എന്ത് ചെയ്യണം? നീ ചെയ്തെങ്കിൽ തെറ്റെന്ന് പറയും, ചെയ്യാത്തതിനെ ചെയ്തെന്ന് പറയരുത്. ഹല്ലേലൂയ. സ്തോത്രം. ചെയ്യാത്തതിനെ ചെയ്തെന്ന് പറയരുത്. ചെയ്തില്ലെങ്കിൽ നീ ആ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ദൈവത്തിന് മാത്രം അറിയാം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക. മോശ നിലവിളിച്ചപ്പോൾ മോശയെ ദൈവം ബലപ്പെടുത്തി, പുതിയ മിനിസ്ട്രിക്ക് കൊണ്ടുപോയി. കാരണം വെള്ളം പാറയിൽ നിന്നും ഒരിക്കലും വരത്തില്ല. പക്ഷേ മോശയെടുക്ക് പറയുന്നു, നീ വെള്ളത്തിലടിച്ച വടിയുമായി വാ, ആ പാറയിലടിക്കേ. കണ്ട, പുതിയ മിനിസ്ട്രി, പുതിയ ആരംഭം, പുതിയ പ്രാർത്ഥന ദൈവം എനിക്ക് തരാൻ പോകുന്ന 2026 ഈ വചനം ധ്യാനിക്ക് ഒരു കാരണം തുറന്നു പറഞ്ഞു തരാം. മോശ ദേഷ്യത്തിൽ അതിലടിച്ചേ, കോപം അത് നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.